ഹായ് ഹലോ മധുര യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്ന് നോക്കാം. 2024 അവസാന ദിവസം. ഓക്കെ, മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കെഡ്മി മധുര യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? വന്നിരിക്കുന്ന നമ്പേഴ്സ് 12, 3, 5, 6, 5, 4, 14, 5. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഒരു ഗ്രോത്ത് കാണുമോ? നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോയാൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുമോ എന്ന് അവർ ചിന്തിക്കുന്നു. ഹാങ്ഡ് മാൻ സിറ്റുവേഷനാണ്. അവർക്ക് ഈ ഇതിലൊരു ഗ്രോത്ത് കാണുമോ, ഒരു വിജയം ഉണ്ടാകുമോ? ഈ റിലേഷൻഷിപ്പിൽ അവർ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു വിജയം ഉണ്ടാകുമോ എന്ന് അവർ ചിന്തിക്കുന്നു. അവർക്ക് ചില അവെയർനെസ് ഉണ്ടാകുന്നതായി കാണുന്നു. ഇവിടെ 5 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചില കോൺഫ്ലിക്റ്റുകളിൽ കൂടി നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ചില വ്യക്തികൾ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നതായി കാണുന്നു. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി കാർഡ് വീണ്ടും വന്നിരിക്കുന്നു. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ കോൺഫ്ലിക്റ്റിലാണ്. അത് നിങ്ങളുടെ പേരിനെ ചൊല്ലി ആയതുകൊണ്ടാണ് നിങ്ങളുടെ എനർജിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഫൂളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു, ഒരു വിഡിത്തമായിട്ടുള്ള തീരുമാനമായിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയതെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഗോ വിത്ത് ഫ്ലോ പോകട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ്. ഒരു ന്യൂ ബിഗിനിങ് അവരാഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ടൊരു ഓഫർ തരണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിനോട് അവർ പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. 9 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. 9 ഓഫ് കപ്പ് കാണിക്കുന്നത് നിങ്ങളെ അവർക്ക് മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് വരുന്നത്. ഒരു പക്ഷേ നിങ്ങളെ ഒരുപാട് വട്ടം അവർ ഇഗ്നോർ ചെയ്ത ഒരു എനർജി ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് നല്ല രീതിയിൽ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു. ഇഗ്നോർ ചെയ്ത് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് കടന്നു പോയിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ അവരെ പിന്തുടരുന്നത് മടുത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നഷ്ടബോധമാണ് തോന്നുന്നത്. താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്നേഹത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞതോർത്ത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനാണ്. സ്ട്രെങ്ത് ഒന്നും ജീവിതത്തിൽ ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. നിങ്ങളെക്കുറിച്ച് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായി കാണുന്നു. നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങളിപ്പോൾ വളരെ സ്റ്റാറായി കഴിഞ്ഞിരിക്കുന്നു എന്നും നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളൊരു സിംഹത്തെ പോലെ മാറിയിരിക്കുന്നു. മാനസികമായിട്ടുള്ളൊരു ധൈര്യം നിങ്ങളിലേക്ക് വന്നു ചേർന്നു. ഒരു കുഞ്ഞാട്ടിൻകുട്ടിയായിരുന്ന നിങ്ങളിപ്പോൾ സിംഹമായി തീർന്നിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ മറ്റുള്ളവരെല്ലാം ഒരു സ്റ്റാറായി കാണുന്നു. ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ സ്പിരിച്വൽ വേയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു. അതൊക്കെ നിങ്ങളുടെ പേഴ്സൺ എവിടെ നിന്നോ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് നിങ്ങളിൽ ഇത്രത്തോളം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നഷ്ടബോധവും അനുഭവപ്പെടുന്നുണ്ട്. ഓവറോൾ എനർജിയിൽ തന്നെ കാണുന്നുണ്ട് ഇവിടെ ഒരു ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റായിട്ട് നിങ്ങളെ ഉള്ളിൽ സ്നേഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. വളരെ സൈലൻ്റായിട്ട് തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള എനർജി, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നു. ഓക്കെ, സ്പിരിച്വലായിട്ട് അവർ നിങ്ങൾക്ക് ടെലിപ്പതി മെസ്സേജ് പോലും അയക്കുന്നു. ടെലിപ്പതി മെസ്സേജ് അയക്കാൻ അറിയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നത് ടെലിപ്പതി മെസ്സേജ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പ്രണയത്തോടു കൂടി നിങ്ങളെക്കുറിച്ച് ഓർത്ത് സൈലൻ്റായിട്ട് നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ,
നിങ്ങളോട് അവർക്കിപ്പോൾ ഒരുപാട് പ്രണയമാണ് തോന്നുന്നത്. കിങ് ഓഫ് കപ്പും അതുപോലെ തന്നെയാണ് പ്രതികൂല സാഹചര്യമായിരിക്കാം. ഒരിക്കലും നിങ്ങൾക്ക് ഒന്നായി തീരാൻ വയ്യാത്ത സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങളെ അവർ മനസ്സിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല എന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അധികാരങ്ങളായിരിക്കാം, മറ്റെന്തെങ്കിലും അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് അവർക്ക് മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്നും ഇറക്കി വിട്ടിട്ടില്ല എന്ന് അവർ പറയുന്നു. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. സമയം അനുകൂലമാകുമ്പോൾ അവർ നിങ്ങളിലേക്ക് എത്താൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പോൾ അവർ നിങ്ങളെ ഓർത്ത് വളരെ ഡിപ്രഷൻ മൈൻഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തണമെന്ന് അവർ പ്രാർത്ഥിക്കുന്ന ഒരു എനർജി കൂടി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണ് 2024 അവസാനിക്കുമ്പോഴുള്ള എനർജി. ഓക്കെ, താങ്ക് യു. ഇത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണെന്ന്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നു എങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി നൽകുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ബെല്ലൈക്കൺ നൽകിയെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ലഭിക്കുകയുള്ളൂ. ബെല്ലൈക്കൺ ചെയ്തില്ല എങ്കിൽ മറ്റുള്ളവർക്ക് ലഭിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട് എടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് 2024 ഉള്ള മെസ്സേജാണ്. 2025 കടക്കുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? ഈ റിലേഷനെ പ്രതി നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സ് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് ഈ എനർജിയെ പ്രതി എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ്, യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. ഓക്കെ, 1, 2, 3 നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെയും യൂണിവേഴ്സിൻ്റെയും മെസ്സേജ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം എടുക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത് 5, 6 നമ്പറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് കാണുന്നത്. ചില വ്യക്തികളുടെ വാക്കുകളാൽ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി സ്നേഹിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു എനർജി ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഏതാണോ? ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരുപാട് മാനസിക ഡിപ്രഷനിൽ കൂടി നിൽക്കുന്ന ഈ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയെങ്കിൽ മാത്രമേ, നിങ്ങൾ ഇപ്പോഴും മൂവ് ഓൺ ചെയ്തിട്ടില്ല, മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. മനസ്സ് തകർന്നിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. പോകണമെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. യൂണിവേഴ്സ് പറയുന്നു ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു ടുഗദർ, നിങ്ങളുടെ ഒരു ഒരുമിച്ചുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഇപ്പോഴും നിങ്ങൾ ആ സെയിം ഫീലിങ്സിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ സെയിം ഫീലിങ്സിൽ നിന്നും ഈ ഒരു സെയിം സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്താണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, ഇവിടെ രണ്ടാമത്തെ കാർഡുകാർക്ക് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആയിട്ടാണ് കാണുന്നത്. ഇവിടെയും 3 ആൾക്കാരെയാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇത്രയും നാളും നിങ്ങൾക്ക് യാതൊന്നും തരാതെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കാണ് കടന്നു പോയതെങ്കിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നു, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് കാണിച്ച കാര്യങ്ങളെല്ലാം റോങ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ എല്ലാത്തിനും നീ എന്നോട് മാപ്പ് തരണമെന്ന് പറയുന്നു. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷന് നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് തേർഡ് പാർട്ടിക്ക് സ്നേഹവും സമയവും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മാപ്പ് ചോദിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.
യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും ഒരു പ്രവൃത്തിയും ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയവും മാനസികമായിട്ട് യെസ് ഓർ നോ ജഗിള് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അത് ഇരിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം പ്രവർത്തിക്കുവാനും തയ്യാറാകുന്നില്ല. സ്പിരിച്വൽ വേയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ശരിയാണ്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് പ്രവർത്തിക്കുന്നില്ല. 7 ചക്ര ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെയ്യത്തില്ല. ഓക്കെ, റീഡിംഗ് ഒക്കെ കേൾക്കും, പക്ഷേ 7 ചക്രയിലേക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു നെഗറ്റീവ് തോട്ടുകൾ മുന്നോട്ട് ഒന്നും കാണാത്തത് കൊണ്ട്, കാരണം എനിക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം എൻ്റെ മുന്നിൽ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല, അവിടെ തന്നെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ നിന്നാൽ പറ്റില്ല. നിങ്ങൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വിജയം അല്ലെങ്കിൽ ഒരു പവർ, നിങ്ങൾ ഒരു ശക്തി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നുണ്ട്, നിങ്ങൾ ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ പവർ എന്താണെന്ന് ഈ ലോകത്തോട് കാണിക്കുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ മറുപടി അതാണ്, നിങ്ങളിങ്ങനെ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ ആര് എന്ന് നിങ്ങൾ ഈ ലോകത്തോട് കാണിക്കുക. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഈ പ്രാർത്ഥിച്ച് ഒരിടത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ, മടിയനായ പുത്രൻ്റെ കയ്യിലേക്ക് പണം കൊടുത്തു, 2 മക്കൾക്ക് പണം കൊടുത്തതിൽ ഒരാൾ എന്ത് ചെയ്തു, അപ്പം കൊടുത്ത പണം വ്യാപാരം ചെയ്ത് അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരികെ നൽകി. എന്നാൽ മറ്റൊരു പുത്രനോ അത് കൊണ്ടൊന്ന് കുഴിച്ചിട്ടു, അപ്പം വരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ തിരിച്ചു കൊടുത്തു. എന്നാൽ വ്യാപാരം ചെയ്യാത്ത ആളായി നിൽക്കരുത്. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നിരിക്കുന്ന ഓരോ മെസ്സേജും, ഇപ്പം എന്നിലൂടെ ആണെങ്കിലും മറ്റു പല വ്യക്തികളിൽ കൂടിയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് കേട്ടുകൊണ്ട് നിങ്ങൾ ഒന്ന് മാറി റീഡിങ് കേൾക്കുന്നത് കൊണ്ട് ഒരു ഫലവും ലഭിക്കില്ല. നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങൾ ആര് ഈ ലോകത്തെ കാണിക്കണം, നിങ്ങളുടെ ശക്തി എന്ത് എന്ന് നിങ്ങൾ പ്രാർത്ഥനയിലൂടെ, അഫർമേഷനിലൂടെ എന്തൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളത് ഈ ലോകത്തെ കാണിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഈ ഒരു ക്ഷമ പറഞ്ഞ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരികയുള്ളൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുവാൻ തീരുമാനിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതിരുന്ന ചില സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഓക്കെ, മറ്റുള്ള ചില വ്യക്തികൾക്കായിരുന്നു ഇതുവരെയും പ്രയോറിറ്റി കൊടുത്തിരുന്നു. നിങ്ങൾക്ക് യാതൊരു പ്രയോറിറ്റിയും തരാതെ നിങ്ങളെ മാറ്റിയിട്ടിരുന്നു എങ്കിൽ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ പറയാൻ അത് ഓപ്പോസിറ്റാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ വിട്ടുപോയതിന് ശേഷമാണ് നിങ്ങളുടെ വാല്യൂ എന്ത് എന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നത്. ഓക്കെ, അതുവരെ നിങ്ങൾക്ക് യാതൊരു പ്രയോറിറ്റിയും അവർ തന്നിട്ടില്ല, നിങ്ങളെ മാറ്റി ഇട്ടിരുന്നു. എന്നാൽ നിങ്ങളുടെ പ്രയോറിറ്റി എന്തെന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയുന്നു. ഓക്കെ, ഇത് നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളാണ് അവരിൽ നിന്നും വിട്ടുപോകുന്നത്. ഒരു പ്രയോറിറ്റിയും കൊടുക്കാതെ നിങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ തീരുമാനമെടുത്തു, ഈ വ്യക്തിയിൽ നിന്നും ഞാൻ വിട്ടുപോകുകയാണ് എന്നുള്ള തീരുമാനമെടുത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യുവാൻ അവരാഗ്രഹിക്കുന്ന ഒരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ സ്റ്റാർ ആകുക. ഓക്കെ, നിങ്ങൾ സ്റ്റാർ ആകുക, നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുക, മറ്റുള്ളവർ നിങ്ങളെ നോക്കി നിൽക്കണം. ഓക്കെ, അത്രത്തോളം സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക, നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സ്ട്രെങ്ത് കൊണ്ടുവരിക, നിങ്ങൾ ആര് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, നിങ്ങളും യൂണിവേഴ്സും ഒന്നാണ്. യൂണിവേഴ്സിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാനും നീയും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്ന് യൂണിവേഴ്സാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ ഉള്ളിലുള്ള അതേ ശക്തി തന്നെ ഞാൻ നിന്നിലും തന്നിട്ടുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും അതൊരു സൃഷ്ടി തന്നെയാണ്, പ്രകൃതി തന്നെയാണ്, യൂണിവേഴ്സ് തന്നെയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലും ശക്തി ഉണ്ട് എന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ സ്റ്റാറാണ്.
പണ്ട് കാലങ്ങളിൽ സ്റ്റാർ എന്ന് പറയുന്നത് വഴികാട്ടിയായിരുന്നു. ഓക്കെ, മറ്റുള്ള വ്യക്തികൾക്ക് ദിശ മനസ്സിലാക്കുന്നതിനും വഴി നമുക്ക് മുന്നോട്ട് ഏത് നല്ല ദിശയിലേക്കാണോ, കിഴക്കോട്ടാണോ പോകുന്നത്, പടിഞ്ഞാറോട്ടാണോ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ വഴികാട്ടിയായിരുന്നു സ്റ്റാർ. യൂണിവേഴ്സ് പറയുന്നു നിങ്ങളും ഒരു വഴികാട്ടിയാക്കുക, മറ്റുള്ളവർക്ക് നിങ്ങൾ ഗൈഡ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യാൻ മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, 2025 കടക്കുമ്പോൾ ഇപ്പം എക്സാമ്പിൾ പറയണം, മദ്യക്കുപ്പിയുമായിട്ടാണ് നമ്മൾ ന്യൂ ഇയർ കടക്കുന്നതെങ്കിൽ ആ മദ്യത്തിൻ്റെ സ്വഭാവം എന്താണോ, ഓക്കെ, ആ മദ്യം വരുത്തി വയ്ക്കുന്ന വിനകൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മുടെ ജീവിതത്തിലും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി നമ്മൾ കടന്നു പോകുക. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, സാമ്പത്തികമാണോ ആവശ്യം, നിങ്ങൾ ഒരു നോട്ടെടുത്ത് കയ്യിൽ വയ്ക്കുക. ഓക്കെ, ഇല്ല നിങ്ങൾക്ക് പ്രകാശം, വിദ്യാഭ്യാസം എന്താണോ ഒരു ബുക്ക് എടുത്ത് കയ്യിൽ വയ്ക്കുക. ദീപം കൊളുത്തിക്കൊണ്ട് തന്നെ 11:58 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ദീപം കൊളുത്തി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം 12 മണിയിലേക്ക് കടക്കുമ്പോൾ കറക്റ്റ് 12 എന്ന് എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള ദൈവത്തെ ഉറക്കെ വിളിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞു വേണം പോവാം. എനിക്ക് 2025 അനുഗ്രഹത്തിൻ്റെയും അബണ്ടൻസിൻ്റെയും റിലേഷൻഷിപ്പ് സക്സസിൻ്റെയും വർഷമായി തീർന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിലാണോ ആ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നന്ദി പറയുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഓക്കെ, അപ്പം ഇതായിരിക്കട്ടെ ഈ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്പെഷ്യൽ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.